കൈവിടുമോ? എണ്ണമില്ലാതുള്ള നന്മകൾ തന്നില്ലേ, ഞാൻ നിന്നെ കൈവിടുമോ? കൂട്ടുസാഖികൾ നിന്നെ കൈവിട്ടപ്പോ എൻ ചിറകിൻ മറവിൽ അഭയം നൽകി. കൂട്ടുസാഖികൾ നിന്നെ കൈവിട്ടപ്പോ എൻ ചിറകിൻ മറവിൽ അഭയം നൽകി. പച്ചപ്പുൽമേടുകളിൽ നിന്നെ നടത്തി, സ്വച്ഛമം ജലവും നൽകി. പച്ചപ്പുൽമേടുകളിൽ നിന്നെ നടത്തി, സ്വച്ഛമം ജലവും നൽകി. ഞാൻ നിന്നെ കൈവിടുമോ? ഞാൻ നിന്നെ കൈവിടുമോ? ഞാൻ നിന്നെ കൈവിടുമോ? എണ്ണമില്ലാതുള്ള നന്മകൾ തന്നില്ലേ, ഞാൻ നിന്നെ കൈവിടുമോ? എണ്ണമില്ലാതുള്ള നന്മകൾ തന്നില്ലേ, ഞാൻ നിന്നെ കൈവിടുമോ? ഒരിക്കൽ കൂടി, ഞാൻ നിന്നെ കൈവിടുമോ? ഞാൻ നിന്നെ കൈവിടുമോ? എണ്ണമില്ലാതുള്ള നന്മകൾ തന്നില്ലേ, ഞാൻ നിന്നെ കൈവിടുമോ? എണ്ണമില്ലാതുള്ള നന്മകൾ തന്നില്ലേ, ഞാൻ നിന്നെ കൈവിടുമോ? പ്രൈസ് ദി ലോർഡ്. പഴയ ഒരു പാട്ടാണത്. എണ്ണമില്ലാത്ത നന്മകൾ ദൈവം നമുക്ക് തന്നു, ഞാൻ നിന്നെ കൈവിടുക. ഇന്ന് ഉറപ്പുള്ളവർക്കൊന്ന് സ്വതന്ത്രം ചെയ്യാമോ? എത്ര പേര് നമ്മളെ കൈവിട്ടു അല്ലേ? എന്തെങ്കിലും നമ്മളെ വിട്ടാലും ഇനി എന്റെ കൂടെ വരണ്ടെന്ന് എത്ര പേര് പറഞ്ഞു. പക്ഷേ കർത്താവ് ഇതുവരെ അങ്ങനെ പറഞ്ഞില്ലല്ലോ. ഓ, എല്ലാരും നിന്നെ വഴിയരികിൽ കണ്ടിട്ട് മാറ്റി നിർത്തിയപ്പോൾ നിന്റെ കാതിൽ മൃദുവായി ഞാൻ ചൊല്ലി, ഞാൻ നിന്നെ കൈവിടുമോ? ഇത് കേട്ടവർക്ക് ആസ്വദിക്കാനുള്ളേ. എല്ലാരും ഉണ്ട്, അമ്മച്ചനും അനുഗ്രഹങ്ങളും ഒക്കെ ഉണ്ട്. എന്ത് സ്തുതിക്കാനാ? എല്ലാരും ചുറ്റും നിൽക്കുകയാണ്, ഒന്നും പറയാനില്ല. പക്ഷേ എല്ലാ മനുഷ്യരും തള്ളി മാറ്റിയപ്പോൾ നിന്റെ ചെവിക്കകത്ത് സ്വർഗം പറഞ്ഞു, ഞാൻ നിന്നെ കൈവിടില്ല. ഞാൻ പലപ്പോഴും ആ ശബ്ദം കേട്ടിട്ടുണ്ട്. എല്ലാം നഷ്ടമായ പലപ്പോഴും ഞാൻ ആ ശബ്ദം കേട്ടിട്ടുണ്ട്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. കർത്താവിന്റെ ദാസിമാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷാൽ അനുസരിച്ച ഒത്തിരി നാളുകളായി ഞങ്ങൾ കൂട്ടുകാരാണ്, പക്ഷേ ഇന്ന് ആദ്യമായിട്ടാണ് കാണുന്നത്. അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിന് ഞാൻ കർത്താവിന്റെ നാമത്തിൽ നന്ദി പറയുന്നു. കർത്താവ് തുടർന്നും അനുഗ്രഹിക്കട്ടെ. ഈ സഭയുടെ നേതൃത്വത്തിലുള്ള കർത്താവിന്റെ ദാസി എല്ലാ ദേവദാസിമാരെയും ഒരിക്കൽ കൂടെ ഞാൻ വന്ദനം ചെയ്യുന്നു. ഞാൻ കർത്താവിന്റെ ദാസി നിർത്തിയെടുത്ത് തുടങ്ങി വേഗത്തിൽ എന്റെ സന്ദേശം അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16 നമ്മുടെ ടെൻഷനിൽ പകുതി അവരെ കുറിച്ച്. വേറെ ആർക്കും അവരെ കുറിച്ച് ടെൻഷനില്ല, പക്ഷെ നമുക്ക് അവരെ കുറിച്ച് ടെൻഷനാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മളെടുത്ത് ഈ പുസ്തകം അവരെടുക്കുമോ, നമ്മൾ പോയ പാതി അവർ തിരിച്ചറിയുമോ, അവർ നമ്മോടൊപ്പം നിത്യതയിൽ കാണുമോ? ഇത് പകൽ നമ്മുടെ തലമുറ കർത്താവിനോട് കൂടെ കാണണം. നാം എത്ര വലിയ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കിയാലും ഈ പുസ്തകം എന്റെ തലമുറ ചുമക്കുന്നില്ലെങ്കിൽ ഞാൻ വെറും സീറോയാണ്. വിശ്വാസമുള്ള യഹൂദ സ്ത്രീ, അവിടെ ഹൃദയത്തിൽ ഭയങ്കര വിശ്വാസമാണ്. പഴയ നിയമത്തിൽ വിശ്വാസമുള്ള ഒരുപാട് മാതാക്കളെ എനിക്കറിയാം. അവരിലൂടെ ഒന്ന് ചലിച്ചിട്ട് ഞാൻ ഇവരിലേക്ക് വരാം. പഴയ നിയമത്തിൽ പ്രാർത്ഥിച്ച അമ്മമാരുണ്ടല്ലേ? പെനിന്നയുടെ കുത്തുവാക്കുകൾ കേട്ട് പ്രാർത്ഥിച്ച അമ്മയുണ്ട്. നമുക്ക് ഹന്നയില്ലാത്തൊരു മീറ്റിംഗ് ഇല്ല. ഒറ്റയ്ക്ക് ഹന്ന പ്രാർത്ഥിച്ചപ്പോൾ ദാൻ മുതൽ ബേർശേബ വരെ യഹോവയുടെ വിശ്വസ്ത പ്രവാചകനായി ശമൂവേൽ. അപ്പനും അമ്മയും കൂടെ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിന്റെ വരവിന് മുന്നോടിയായ ഒരു യോഹന്നാൻ സ്നാപകൻ എഴുന്നേറ്റു. ഇന്ന് പകൽ ഒറ്റയ്ക്കാണ് നിയോഗം ലഭിച്ചതെങ്കിൽ നീ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കണം. സ്വന്തം പറയാതിരിക്കാൻ പറ്റുമോ?
ഈ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ സ്ഥലമില്ലാഞ്ഞുകൊണ്ട് കേരളത്തിന് പൊക്കോളാൻ പറഞ്ഞ് നിർബന്ധിച്ചു വന്ന ആരെങ്കിലും ഉണ്ടോ? അറിയില്ലേ? അപ്പൊ പിന്നെന്താ ഇവിടെ വന്നേ? ഞങ്ങളെല്ലാം PhD-ക്കാരായിരുന്നു. അല്ല, തമ്പുരാൻ കൊണ്ടുവന്ന എന്തിനാണെന്നറിയാമോ? ദൈവത്തിന്റെ ഉദ്ദേശം നിവർത്തീകരണത്തിന്. ഞാൻ കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ പല സ്ഥലങ്ങളിലും പറഞ്ഞൊരു കാര്യം സഹോദരിമാരോട് പറയാം. ദീർഘനൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രാർത്ഥനാ മുറിയിൽ രഹസ്യ ജീവിതത്തിൽ ദൈവവുമായി ബന്ധമുള്ള ചാൾസ് ഫിന്നി എന്ന ദൈവദാസൻ ന്യൂയോർക്ക് നഗരത്തിലൂടെ നടന്നു പോകുമ്പോൾ അടുത്തുള്ള മദ്യഷാപ്പുകളിൽ ഇരുന്ന മദ്യപന്മാർ തങ്ങളുടെ കയ്യിലുള്ള കുപ്പി വലിച്ചെറിഞ്ഞിട്ട് പാവബോധത്തോടെ ചാൾസ് ഫിന്നിയുടെ മുൻപിൽ വീണുവെന്ന് ചരിത്രത്തിൽ വായിച്ചാലുണ്ടോ? അറിഞ്ഞുപോലില്ലേ? ആ സ്റ്റേറ്റിലാണ് നമ്മളിപ്പോ ഇരിക്കുന്നത് കേട്ടോ. ചുമ്മാ ഉറങ്ങിയും തൂങ്ങിയും ആർക്കാണ്ട് വേണ്ടിയൊന്നും യോഗത്തിൽ വന്നിരിക്കരുത്. ഇത് തീയാണ്. ആത്മനിയോഗത്തോടെ ഞാൻ പറയുക, നമ്മളെ ഇവിടെ കൊണ്ടുവന്നതിന്റെ പിന്നിൽ ദൈവത്തിന് വലിയ ഉദ്ദേശമുണ്ടെന്ന്. പരിശുദ്ധാത്മാവ് നമ്മെ ചലിപ്പിക്കട്ടെ. അന്ധകാര ശക്തിയുടെ പദ്ധതികൾ, പാതാള ഗോപുരം നമ്മെ ജയിക്കുമെന്ന് പറയുമ്പോൾ കർത്താവ് പറയുന്നു, എന്റെ സമയം പണിയും, പാതാള ഗോപുരങ്ങൾ നിന്നെ ജയിക്കില്ല. എന്തുകൊണ്ടാ? ഇത് ചുമ്മാ ഡോളർ കൊടുത്ത് വാങ്ങിയതല്ല, രക്തം കൊടുത്ത് വാങ്ങിയതാണ്. രക്തം നൽകി വാങ്ങിയെങ്കിൽ അത് വിലയുള്ളതാണ്. ഞാൻ ഇതിന്റെ വിലയേറിയവരും മാന്യമായി തെരഞ്ഞെടുത്തിരിക്കുന്നു. ഇവിടെ വരുമ്പോൾ അമേരിക്കൻ സംസ്കാരത്തിലേക്ക് ഇഴുകിച്ചേർന്ന് ദൈവകൃപ നഷ്ടപ്പെടുത്തല്ലേ. രാത്രിയുടെ യാമാരംഭങ്ങൾ എഴുന്നേറ്റിരുന്ന് നിലവിളിക്കുവാൻ പരിശുദ്ധാത്മാവ് ബോധം തരുമ്പോൾ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാകണം, ഇടപെടാൻ തയ്യാറാകണം. കോൺട്രാക്ട് കൊടുക്കരുത്. ഫസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് കോൺട്രാക്ട് അല്ല, നീ പ്രാർത്ഥിക്കണം. മറ്റൊരാളെ പ്രാർത്ഥിക്കണം, നിങ്ങൾ പ്രാർത്ഥിക്കണം. കൈകോർത്ത് പ്രാർത്ഥിക്കാമെങ്കിൽ കൈകോർത്ത് പ്രാർത്ഥിക്കണം. ദർശനം കാണുന്ന പിതാക്കന്മാരുടെ തലമുറയൊക്കെ ഇവിടെയുണ്ട്. വലിയ ദർശനം കൊണ്ട് കേരളത്തിന്റെ വടക്കൻ മേഖലകളിലേക്ക് തലമുറകൾക്കപ്പുറം പോയ പാസ്റ്റർ കെ ജോസഫ് എന്ന വന്ദനായ ദൈവദാസന്റെ മകൾ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ ചോദിക്കുന്നു ലോബീസിനോട്, ദൈവം തന്ന ദർശനമില്ലോ? അപ്പൻ കണ്ട ദർശനവും മകളിലേക്ക് അത് വന്നോ? ദൈവം വലിയ ദർശനം കൊടുത്ത് ഷിപ്പിനകത്തെ പ്രധാനപ്പെട്ട ജോലി വിട്ട് പുറത്തിറങ്ങി 1000 സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കേരളത്തിന്റെ വടക്കൻ മേഖലകളെ ചലിപ്പിച്ച ഒരഭിഷിക്തന്റെ തലമുറയോട് ഞാൻ ആത്മാവിൽ ചോദിക്കുന്നു, ഇതിനോ ദൈവത്തിനെ വിളിച്ചത്? പരിശുദ്ധാത്മാവ് നൽകിയ ദർശനം വഹിച്ച അപ്പന്മാരുടെ തലമുറയും അത് പിടിക്കണം. ഞാൻ ഈ പുസ്തകവുമായി ഇവിടെ നിൽക്കുന്നത് എന്റെ അമ്മയുടെ അപ്പന്റെ പ്രാർത്ഥനയാണ്. എന്റെ 19ാമത്തെ വയസ്സിൽ ദീർഘവർഷങ്ങൾ വിദേശത്തായിരുന്ന എന്റെ മാതാപിതാക്കൾ നാട്ടിൽ വന്നിട്ട് 1 വർഷം പോലും തികയുന്നതിന് മുൻപ് ഒരു പ്രഭാതത്തിൽ ഒരു തലവേദന മാത്രം തോന്നിയ മാതാവ് വൈകുന്നേരം 3 മണിയായപ്പോൾ മരിച്ചു. അന്ന് പ്രഭാതത്തിൽ താൻ ഒത്തിരി അസ്വസ്ഥതകളുണ്ട്. ദൈവിക രോഗശാന്തിയിൽ അടിയുറച്ച് വിശ്വസിച്ച അമ്മ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചപ്പോഴും പ്രാർത്ഥിച്ചു, കർത്താവേ, എന്റെ 2 പെൺതലമുറകളും നിനക്കു വേണ്ടി പ്രയോജനപ്പെടണമെന്ന്. സ്വതന്ത്രം പറയാൻ പറ്റുമോ? അമ്മയുടെ കാലത്തൊന്നും അങ്ങനെ വലുതായിട്ട് പെന്തക്കോസ്തുകാരുടെ സഹോദരിമാര് പ്രസംഗിച്ചിട്ടൊന്നുമില്ല. അമ്മ പ്രാർത്ഥിച്ച് ഏതൊരു ഉപദേശിമാരുടെ ഭാര്യമാരാകണമെന്നായിരിക്കും. പക്ഷേ ഈ പ്രാർത്ഥനയുടെ ഡിപ്പോസിറ്റ് എല്ലാം കൂടെ പലിശയും കൂട്ടുപലിശയും കൂടെ വന്നപ്പോ ഇങ്ങനെ ചുരുക്കം കാലഘട്ടത്തിൽ പ്രാർത്ഥിച്ചതിന്റെ മറുപടി ഇതാണെങ്കിൽ 70 വയസ്സുള്ള അമ്മമാർ പ്രാർത്ഥിച്ചതിന് എത്ര വലിയ മറുപടിയാ ലഭിക്കട്ടെ. എന്റെ അമ്മ 48 വയസ്സ് വരെ പ്രാർത്ഥിച്ചുള്ളൂ. ആ
പ്രാർത്ഥിക്കുമ്പോ തലമുറ വഴിവിട്ടു പോകുമോ? ദർശനത്തിലേക്ക് മടങ്ങി വരണം. വലിയ വില മുടക്കിയ പെന്തക്കോസ്ത് പിതാക്കന്മാർ നമുക്കുണ്ടായിരുന്നു. നമ്മളെ റൂട്ടീനൊക്കെ അങ്ങ് മാറിയിട്ട് ഇന്ന് വേറെ പലതുമായി മാറിയോ? ഞാനിതൊക്കെ പറയുന്നത് എനിക്കും ഇച്ചിരി വീര്യമുണ്ട്. പത്തിച്ചിറ യോനാക്സ് എന്ന് പറഞ്ഞ അപ്പച്ചനെ കേട്ടിട്ടുള്ള എത്ര പേരുണ്ടെന്ന് അറിയില്ല. കൊച്ചുമോളിലെ ഒരാളാണ് ഞാൻ. ഞങ്ങളുടെ വല്യപ്പച്ചനാണ്. ഞങ്ങളുടെ ചെറിയ പ്രായത്തിൽ അന്ന് വിശ്വാസത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് ഞങ്ങൾ 2 പെൺപിള്ളാരെ കൊണ്ടുപോയി അപ്പച്ചന്റെ മുമ്പിൽ നിർത്തും. അപ്പച്ചൻ 2 കൈയും 2 തല വെച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അമ്മ എന്തിനാ പ്രാർത്ഥിക്കുന്നൊന്നും അറിയത്തില്ല. പക്ഷെ ഇന്ന് മനസ്സിലായി അത് അവന്റെ ഒരു അംശം ഇങ്ങോട്ടൊക്കെ നിറഞ്ഞിട്ടുണ്ടെന്ന്. ഞാൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കും. അപ്പച്ചനെ വിളിച്ചോണ്ട് പോകാനായിട്ട് ആൾക്കാർ വീട്ടിൽ വരും. ദൂരെ മൈലുകൾക്കപ്പുറത്തൊരു സഹോദരി ഭൂതോപദ്രവത്തിൽ കട്ടിലെ കിടക്കുന്നില്ല, ബഹളം ഉണ്ടാക്കുന്നു, പ്രശ്നം ഉണ്ടാക്കുന്നു. ഒന്ന് വരണം അപ്പച്ചാന്ന് പറഞ്ഞു. ഞങ്ങൾ കുടുംബമായിട്ട് തടിയുള്ളവരാ, അസൂയപ്പെട്ടാലും അപ്പച്ചനെ ഒരുങ്ങിയൊക്കെ വരുമ്പോ താമസിക്കും. അന്ന് ഇന്നോവയില്ലല്ലോ, ഇന്നോവയൊന്നുമില്ല. നടന്ന് അവിടെ പോകാനായിട്ട് വീട്ടിൽ നിന്നുകൊണ്ട് പുറത്തോട്ട് കാല് വെക്കുമ്പോ മൊബൈൽ ഫോൺ ഇല്ല, SMS ഇല്ല, വാട്സപ്പും ഇല്ല. പക്ഷെ ഭൂതമിറങ്ങി കിടക്കുന്ന സ്ത്രീ പറയും, എന്നെ പറഞ്ഞു വിടാനുള്ള ആൾ ഇറങ്ങിയിട്ടുണ്ടെന്ന്. സ്വന്തം പറയണ്ട, സ്വന്തം അടച്ചു വെച്ചോ, ഇറങ്ങിയാലോ, സ്വന്തം പറയണ്ടേ. ഇപ്പോഴാണ് എന്നെ പറയുന്നത് അറിയാമോ? നിങ്ങൾ ഉറക്കം വരുന്നോണ്ട് പറയാം. ഇപ്പോഴാണ് പറയാം, എന്റെ കൂടിയിരിക്കാൻ പറ്റിയ ആൾ വരുന്നത്. ഒരിക്കലും വിട്ടുപോകുന്ന പോലെ ചെന്ന് പറ്റിയിരിക്കും. നോ നോ